ഇനി അറിഞ്ഞാലും പറയാൻ എനിക്ക് സൗകര്യമില്ല. ഒരുത്തി ഉണ്ടല്ലോ ദേവിക, അവളോട് വിളിച്ച് ചോദിക്കും. അവൾക്ക് ഇപ്പൊ സിദ്ധുവേട്ടന്റെ കാര്യങ്ങൾ അറിയും. നിന്റെ കഴിവുകേടടിയത് നീ ഓർക്കുന്നുണ്ടോ? അവളെ ഒഴിവാക്കി നിന്നെ സിദ്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ പെട്ട പാട് എന്താ നീ ചെയ്തത്? കല്യാണം നടന്ന അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നീ താലി ഊരി കളഞ്ഞില്ലേ? എന്നെ ജയിലിൽ കയറ്റിയില്ലേ? സിദ്ധു നിന്റെ ഭർത്താവല്ലെന്ന് നീ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ലേ? അന്ന് തീർന്നതാടി നീ. അന്ന് ഉപേക്ഷിച്ചതാ മനസ്സുകൊണ്ട് സിദ്ധു നിന്നെ. എനിക്കതിലൊരു വിഷമവും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളുടെ ഭാര്യയായിട്ട് ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കാന്നുള്ള മോഹമൊന്നും എനിക്കില്ല. ഉണ്ടായിരുന്ന എന്റെ പ്രതീക്ഷകളൊക്കെ പോയി. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും സിദ്ധുവേട്ടനും ദേവികയും തമ്മിൽ ഒന്നിക്കരുതെന്ന. അതിനുവേണ്ടിയാ ഞാനിപ്പോ ജീവിക്കുന്നത്. ചത്താലും ഞാൻ ഡിവോഴ്സ് തരില്ല. എനിക്ക് കാണണം അവരെങ്ങനെ ഒന്നിക്കൂന്ന്. ഭാവിക്ക് വിലയിടാൻ നീ ആരാടി? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് ഓരോന്ന് നടക്കാറ്. എങ്കിൽ എത്ര നന്നായേനെ. സിദ്ധുവും ദേവികയും തമ്മിൽ ഒന്നിക്കണമെന്ന് വിധി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടന്നിരിക്കും. നീയല്ല ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. പിന്നെ ഡിവോഴ്സ് മനസ്സുകൊണ്ട് പിരിഞ്ഞു കഴിഞ്ഞാലേ പിരിഞ്ഞതാ. കോടതിയെ കൊണ്ട് അത് അംഗീകരിപ്പിച്ചെടുക്കാനേ സിദ്ധുവിന് സാധിക്കും. അവൻ അത് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. നിങ്ങളുടെ ആങ്ങളെ മാത്രമല്ല വക്കീല്, എന്നെ സഹായിക്കാനും കാണും പലരും. ഓ, ആ വിഷ്ണുവിനെ പോലെ ഉള്ളവരായിരിക്കും. എങ്ങനെയുള്ളവരായാലും നിങ്ങൾക്ക് എന്താ? ഞാൻ ഇത്തിരി മോശ സ്വഭാവം ഉള്ളവളാ. അപ്പൊ പിന്നെ എന്റെ കൂട്ടുകാരും അങ്ങനെയുള്ളവരായിരിക്കും. എല്ലാം തികഞ്ഞ ഒരാളുണ്ടല്ലോ, സിദ്ധാർത്ഥൻ. നിങ്ങള് അയാളുടെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട. സാറേ, ആളുകൾ പലതും പറയും. അതിനെ ആളുകൾ പറഞ്ഞോട്ടെ. വേറെ ആരെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ സഹിക്കായിരുന്നു. ഇത് സാറിനെ കുറിച്ചാ പറയുന്നത്. എന്നെ കുറിച്ചോ? അതെ. അത്ര അടുപ്പുള്ള വീടായിട്ടും സാർ ഇതുവരെ അവിടെ പോയില്ലല്ലോ. നിത്യയുടെ വീട്ടിലേക്ക് 1-2 പേര് അതെന്നോട് ചോദിച്ചു, സാറിനെ കണ്ടില്ലല്ലോ. തനിക്ക് പറയാമായിരുന്നില്ലേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ശരീരത്തിന് മാത്രമല്ല മനസ്സിനുണ്ട് ക്ഷീണം. മറ്റുള്ളവരുടെ സങ്കടം താങ്ങാനുള്ള കരുത്തൊന്നും തൽക്കാലം എനിക്കില്ല. സംസ്കാരമൊക്കെ കഴിഞ്ഞില്ലേ സാറേ? ഇനി പോയാൽ എന്താ കുഴപ്പം? അത് വേണോടോ? വേണം. നമ്മളാരും അവിടെ പ്രതീക്ഷിക്കൊന്നുമില്ല. എന്നാലും ചെല്ലണം. ചെന്നാൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മനോഹരൻ അയാളിപ്പോഴും കിടപ്പില്ലല്ലേ? അതൊക്കെ മാറിയില്ലേ സാറേ? ഇപ്പൊ അങ്ങേർക്ക് സംസാരിക്കാനൊക്കെ പറ്റും. സുധിയുടെ ഹൃദയവും നമ്മുടെ ഈ വീടും തമ്മിലുള്ള ബന്ധം അത്ര വേഗം മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ലല്ലോ സാറേ. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റണ സമയമാണിത്. അത് സാറ് ഉപയോഗിക്കണം. ഏട്ടന് താല്പര്യമില്ലെങ്കിൽ താൻ എന്തിനാ സ്വാമി വെറുതെ കയറി നിർബന്ധിക്കുന്നേ? ഏട്ടൻ പോയില്ലെന്ന് വെച്ച് ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. അയ്യോ, അങ്ങനെയല്ല. സാറ് പോണമായിരുന്നു എന്ന് പറയണവരുണ്ട്. എടോ സ്വാമി, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ മരണ വീട്ടിൽ പോകാവൂ. ആ വീട്ടില് ജീവിച്ചിരിക്കുന്നവര് മാത്രല്ല, മരിച്ചു പോയവരുടെ ആത്മാവും ഉണ്ടാവുമെന്നറിയാലോ. ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണില് പൊടിയിടാൻ നമ്മുടെ അഭിനയം കൊണ്ട് പറ്റിയേക്കും. അതുപോലെ അല്ല മരിച്ചുപോയവര്. ഏട്ടൻ പോവാനൊന്നും നിൽക്കണ്ട. സ്വാമി അങ്ങനെ പലതും പറയും, അതൊന്നും ഏട്ടൻ അനുസരിക്കണ്ട. എന്തായാലും ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. നീ വിലക്കിയതുകൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റുക. സ്വാമി, ഒരു വണ്ടി വിളിക്കും, നമുക്ക് പോവാം. ഏട്ടാ, നീ അകത്ത് പോ. ഞാൻ എന്തും വേണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. സ്വാമി, ഞാനിപ്പോൾ വരാം.